യെസ് അങ്ങനെ നമ്മളെല്ലാവരും മലയാളീസ് ഒന്നടങ്കം കാത്തിരുന്ന ആ ഒരു ഫിലിം വരികയാണ്. നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും, 2 ലെജൻഡ്സ് ഇൻ 1 ഫ്രെയിം. അപ്പോൾ അവര് ഒന്നിച്ച് ഒരു ഫിലിമിൽ വരികയാണ്. അത്യാവശ്യം മലയാളത്തിൽ തന്നെ നല്ലൊരു ബിഗ് ബഡ്ജറ്റ് ഫിലിമാണ് വരാൻ പോകുന്നത്. നല്ലൊരു സ്റ്റാർ കാസ്റ്റ് അതിനകത്ത് തന്നെ ഉണ്ട്. മമ്മൂക്കയുണ്ട്, ലാലേട്ടനുണ്ട്, ഫഹദ് ഫാസിലുണ്ട്, കുഞ്ചാക്കോ ബോബനുണ്ട്, നരക്കുണ്ട്. അപ്പം വൻ പ്രതീക്ഷയാണ് അതിനകത്ത്. ഇനി എന്താകുമെന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ടീസർ വന്നിട്ടുണ്ട്. അപ്പോൾ ടീസർ നമുക്കൊന്ന് കാണാം. ഞാൻ കണ്ടില്ല, നമുക്ക് ഒന്നിച്ചിരുന്ന് കാണാമെന്ന് വിചാരിച്ചു. എവിടെ ടീസർ? ഫഹദ് ഫാസിൽ. ഇത്രയും കാലം കൊണ്ട് അവർ നേടിയത് ഫോളോവേഴ്സിനല്ല, ഫെയ്ത്ത്, വിശ്വാസം. ഓ, മമ്മൂക്ക സെയിം യൂട്യൂബർ. സോഷ്യൽ സ്കോച്ച് പീപ്പിൾ. തടുക്കാൻ കഴിയും. അമ്മ അഞ്ചാത് ലുക്ക്. ഇപ്പോഴും താടി വെച്ച പട്ടാളക്കാരനാ. കുഞ്ചാക്സ്. Student laptop scheme laying program. Is that similar to Periscope? ഈ പ്രോഗ്രാം അവരെ സീക്രട്ടലി വാച്ച് ചെയ്യുന്നുണ്ട്. ദർശന. അവർ വീണ്ടും ഒന്നിച്ച് എന്താവും അന്വേഷണം അറിയാം. ലാസ്റ്റ് മോനെ എന്താ സ്കോർ? ഓ സീനല്ലേ. William to complete the sentence. Great Indian train for Patriot. എടാ ഞാൻ എന്തോന്നാണ് ഇപ്പൊ കണ്ടത്? അയ്യോ, ടീസർ കട്ട് എന്ത് സീനാണത്! ഫൈറ്റും. എടാ ഇതെന്തോ സംതിങ് ലോഡിങ്. പ്രതീക്ഷിക്കും മേലെയാണ്. ഒരു രക്ഷയില്ല കേട്ടോ സാധനം. കണ്ടറിയാം ഇനി എന്തരാവുമെന്ന്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ടീസർ. രക്ഷയില്ല. ഒന്നുകൂടെ കാണണം എനിക്ക്. ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല. ഒരു സംഭവങ്ങൾ തന്നിട്ടില്ല. ഇനി വല്ല ഡീകോഡിങ്സിൻ്റെ ഒക്കെ ഇത് കണ്ടാൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. മമ്മൂക്ക ഒരു യൂട്യൂബറായിട്ടാണ് എന്തോ അഭിനയിക്കുന്നത്. പിന്നെ മോഹൻലാൽ ഒരു ആർമി മാനാണ്. പക്ഷെ താടിയൊക്കെ വെച്ച് പുള്ളിക്ക് താടി എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ എനിക്ക് തോന്നുന്നു. പക്ഷെ ഇപ്പം അങ്ങോട്ട് ലാസ്റ്റ് ബിഗ് ബോസിലോ എന്തിലോ വന്നപ്പോൾ പുള്ളി താടി ഇല്ലാതൊക്കെയാണ് വന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇത് കുറേ കാലം മുമ്പ് ഷൂട്ട് ചെയ്ത സാധനമായിരിക്കണം. എനിവേ വെയിറ്റിംഗ്. നമുക്കൊന്നിച്ച് കാണാം. അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ഇതിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. കാണാം.